ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇന്നലെ റിയൽമി ഒരു പുതിയ ഫോൺ കൂടി ലോഞ്ച് ചെയ്തു, അതും 5G ഫോൺ. ആ 5G ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്നേ വരെ അവതരിപ്പിച്ച അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള 5G ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഒരു 5G ഫോണാണ് റിയൽമി ഇന്നലെ ലോഞ്ച് ചെയ്തത്. അവർ ലോഞ്ച് ചെയ്തത് അവരുടെ V സീരീസിലെ ഏറ്റവും പുതിയ 5G ഫോണായ റിയൽമി V11 ആണ് അവർ ഇന്നലെ ലോഞ്ച് ചെയ്തത്. നമ്മളുടെ വീഡിയോയിൽ ഈ റിയൽമി അവതരിപ്പിച്ച ഏറ്റവും വില കുറഞ്ഞ 5G ഫോണായ ഈ V11ന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിലുപരി ഇപ്പോൾ ഈ ഫോൺ ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഫോൺ ഇനി എന്നത്തേക്ക് ഇന്ത്യയിലേക്ക് വരാം, അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നമ്മളുടെ വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതെല്ലാം വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, നമുക്കപ്പോൾ ഈ ഫോണിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഫോൺ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് 6.58 ഇഞ്ചിന്റെ ഒരു HD+ ആയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ നമുക്ക് ഈ റിയൽമി V11 ലഭിക്കുന്നത്. അപ്പോൾ 6.58 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. എന്നാൽ നമ്മുടെ ഫുൾ HD+ ഡിസ്പ്ലേ ക്വാളിറ്റി ലഭിക്കുന്നില്ല. ഇവിടെ നമുക്ക് HD+ ഡിസ്പ്ലേ ക്വാളിറ്റി മാത്രമേ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുള്ളൂ. ഇനി ഇവിടെ നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് പാനൽ ഒന്നും ലഭിക്കുന്നില്ല. സാധാരണ നോർമൽ ആയിട്ടുള്ള 60 Hz പാനൽ മാത്രം നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുള്ളൂ. ഇനി ഈ ഫോണിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 88.7% ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിൽ നമുക്ക് 20:9 ആസ്പെക്ട് റേഷ്യോ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ബിൽഡ് ക്വാളിറ്റിയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് ക്വാളിറ്റി ആണ് ലഭിക്കുന്നത്. ഇനി ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഫുൾ HD+ ഡിസ്പ്ലേ ക്വാളിറ്റി ലഭിക്കുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് മീഡിയടെക്കിന്റെ ഒരു 5G പ്രൊസസറായ Dimensity 700 ആണ് നമുക്ക് ഇവിടുത്തെ പ്രൊസസറായിട്ട് ലഭിക്കുന്നത്. ഈ പ്രൊസസർ എന്ന് പറയുന്നത് ഒരു 7nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ നിർമ്മിതമായ പ്രൊസസറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് നോർമൽ യൂസിൽ കാര്യമായ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതിനോട് നമുക്ക് ഇവിടെ അല്പസ്വല്പം ഗെയിമിംഗ് ഒക്കെ നമുക്ക് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് Realme UI 2.0 ആണ് OS ആയിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ Android 11 ലഭിക്കുന്നുണ്ട്. വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ചെറിയ പഴയ രീതിയിലുള്ള ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. ഇൻ ക്യാമറ എന്ന് പറയുന്നത് 13 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. അതിനോടൊപ്പം നമുക്ക് റിയർ സൈഡിൽ 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ സെൽഫിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 8 മെഗാപിക്സലുള്ള സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഈ ഫോണിൽ ക്യാമറയ്ക്ക് ഒരുപാട് മുൻഗണന കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം നമുക്ക് ഇവിടെ ഇപ്പോഴും നമുക്ക് റിയർ സൈഡിൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് മാത്രമേ നമുക്ക് ഇവിടെ ലഭിക്കുന്നുള്ളൂ. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 5000 mAh ഒരു വലിയ ബാറ്ററി ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 18 വാട്ടിന് കൂടിയ ഫാസ്റ്റ് ചാർജർ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ബാറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലും നമുക്ക് ഈ ഫോണിൽ വലിയ ന്യൂനതകളൊന്നും പറയാൻ സാധിക്കുന്നില്ല. ഇനി ഈ ഫോണിലെ മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ്സ് ആണ് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ ഫേസ് അൺലോക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിൽ നമുക്ക് 3.5 ഹെഡ്ഫോൺ ജാക്ക് നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇനി ഈ ഫോണിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിന്റെ പ്രൈസ് ആണ്. അതായത് ഇതിന്റെ ബേസ് വേരിയന്റ് ആയ 4GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 13,500 രൂപ മാത്രമേ ഉള്ളൂ. അതായത് ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ. കൂടിയ വേരിയന്റ് ആയ 6GB 128GB പ്രൈസ് എന്ന് പറയുന്നത് ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 15,000 രൂപയുമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഈ റിയൽമി V11 എന്ന് പറയുന്നത് വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഫോണിന്റെ പ്രൈസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രൈസിൽ ഒരു 5G ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ലഭ്യമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ റിയൽമി V11 എന്ന് പറയുന്നത് ഈ 13,000 രൂപയ്ക്ക് ഇറക്കിയത് കൊണ്ട് തന്നെ ആ ഫോണിൽ നമുക്ക് 5G ലഭ്യമായതുകൊണ്ട് തന്നെ അത് നമുക്ക് വളരെ മികച്ച ഒരു ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്നാൽ നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ ഈ 13,000 രൂപയ്ക്ക് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉപരി ഒരുപാട് നല്ല ഫീച്ചറുകൾ നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ഫോണുകളിൽ നമുക്ക് ലഭ്യമാണ്. റിയൽമിക്ക് വേണമെങ്കിൽ ഈ V11 എന്ന് പറയുന്ന ഫോൺ ആ ഫോണിന്റെ പേര് മാറ്റിക്കൊണ്ട് വേണമെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയാണ്. കാരണം എന്ന് വെച്ചാൽ അവർ ഈ അടുത്തിടെ ലോഞ്ച് ചെയ്ത Realme X7 എന്ന് പറയുന്നത് അവർ ഈ അടുത്തിടെ തന്നെ ചൈനയിൽ ലോഞ്ച് ചെയ്ത Realme V15 തന്നെ പേര് മാറ്റിക്കൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് ആ X7 എന്ന് പറഞ്ഞ പേര് ലോഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ V11 നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ
പക്ഷെ അങ്ങനെ ലോഞ്ച് ചെയ്തെങ്കിൽ പോലും ആ ഫോണിലെ കാര്യമായ സ്പെക്കിൽ വ്യത്യാസം വരുത്തിയെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു സെയിൽ പിടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ ഡ്യുവൽ റെയർ ക്യാമറയും HD+ ഡിസ്പ്ലേയുമായിട്ട് ഈ 13,000-15,000 രൂപ പ്രൈസിൽ അവർ ഈ ഫോൺ തന്നെ ഇറക്കുകയാണെങ്കിൽ അത് അവർക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ V11 എന്ന് പറയുന്നത് പേര് മാറ്റി ഇന്ത്യയിലേക്ക് വല്ല X7 ലൈറ്റ് എന്ന വല്ല പേരിൽ ഇറക്കുകയാണെങ്കിൽ ആ ഫോണിൽ നമുക്ക് ഫുൾ HD+ ഡിസ്പ്ലേയും അതിനോട് നമുക്ക് ഒരു ട്രിപ്പിൾ അല്ലെങ്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പുമായിട്ടൊക്കെ ഇറക്കുകയാണെങ്കിൽ അത് അവർക്ക് വളരെ മികച്ചൊരു നേട്ടം നേടിക്കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതിലുപരി വീഡിയോ ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോ വരെ